ഫേക്ക് ആണോ? അത് ലുക്കും ഇതുണ്ട് ആ ഒരു. പക്ഷെ നോർമൽ അല്ല അല്ലേ? ഫസ്റ്റ് ഹാഫ് നോർമൽ അല്ല, ഫസ്റ്റ് ഹാഫ് നോർമൽ അല്ല, ഫസ്റ്റ് ഹാഫ് നല്ല രസം കണ്ടിരിക്കോ. ഹലോ പായസ വീണ്ടും തിരിച്ചെത്തി. വാലന്റൈൻസ് ഡേക്ക് ശേഷം തിരിച്ചെത്തി. എന്തെല്ലാം വീഡിയോയില് പറഞ്ഞേ, വെറും ഫേക്ക് ന്യൂസ് ആണ് ഗൈസ്. അത് ഫേക്ക് ആണ്. അത് ഫേക്ക് ന്യൂസ് ആയിരുന്നു. ഫേക്ക് ആണോ? ഫേക്ക് ആണ് അത്, ഫേക്ക്. അപ്പൊ ഇന്നത്തെ പടം ഓഫീസർ ഓൺ ഡ്യൂട്ടി, ഡയറക്റ്റഡ് ബൈ ജിത്തു അഷ്റഫ്. മറ്റേ ആക്ഷൻ ഹീറോ ബിജു ഒക്കെ. പിന്നെ പറയുന്ന പടം നീര നേരത്തെ വേറൊരു പടം പറഞ്ഞേ. ഞാൻ പറഞ്ഞതല്ല. അപ്പം പടം രക്ഷയില്ല, നല്ല രസമുണ്ട്. ആദ്യം കിടിലൻ, ഒരു രക്ഷയില്ല. എടേ ഒരു ഇത് പറയടേ, ഒരു സെക്കൻഡെങ്കിലും പറ. ആലോചിക്കാൻ സംബന്ധം കുറച്ച് അയ്യോ, ഇതിലെ ഡയറക്ടർ ബ്രില്യൻസ് ഭയങ്കര ഉണ്ട്. നമുക്ക് നോക്കിട്ട് പറ. ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല, സെക്കൻഡ് ഹാഫ് പിന്നെ ടിപ്പിക്കല് കള്ളനെ പിടിക്കുന്നു, അടിക്കുന്നു, നോർമൽ ഒരു ത്രില്ലർ അല്ല. പക്ഷെ ഫസ്റ്റ് ഹാഫ് നല്ല രസമുണ്ട്. എന്റെ ഒപ്പീനിയനില് ഇപ്പൊ ഈ കഴിഞ്ഞ മാസം ഫുള്ള് ത്രില്ലർ ഇറങ്ങിയതില് വെറൈറ്റി എപ്പോഴും ഒരു ക്ലീഷ ഒരു കേസ് നോക്കിയിട്ടല്ലേ ഫസ്റ്റ് ഒരു ഉണ്ടെങ്കിൽ അത് തപ്പിപ്പിടിച്ച് ലാസ്റ്റ് ഓനെ പിടിക്കും, ഇതാക്കും. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് ഫസ്റ്റില് അല്ല, അത് ഞാൻ അത് കാണുമ്പോഴേ ഞാൻ എക്സ്പെക്ട് ചെയ്തു. കാരണം ഇന്റർവ്യൂസിലെല്ലാം ചാക്കോച്ചനും എന്ത് പറഞ്ഞു വെറൈറ്റി ജോണറാണ്. ഫ്രഷ് സാധനല്ലേ നമ്മളെ ചെക്കൻ രസമുണ്ട്. സിനിമ ഒരു മസ്റ്റ് വാച്ച്. നല്ല മേക്കിംഗ് നല്ല ലാസ്റ്റ് ഒക്കെ ആകുമ്പോ നമുക്ക് ഒരു ഇതാവുന്നുണ്ടല്ലേ, എന്താ അങ്ങനെ ഒരു വെപ്രാളെല്ലാം ഉണ്ട്. പക്ഷെ എന്തായാലും നമുക്ക് അറിയാളെ കൊല്ലുന്ന്. അത് പിന്നെ ഫസ്റ്റ് ഹാഫ് നല്ല രസമുണ്ട്. ഇവരെന്തിനാണ് ഈ കഥയുടെ സംഭവം പറയുന്നത്? അതെന്തായാലും അങ്ങനെയല്ലേ, അത് പ്രശ്നമൊന്നുമില്ല. എല്ലാവർക്കും അറിയാം, സിനിമ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം എന്തായാലും അങ്ങനെ സംഭവിക്കുവാന്ന് ലാസ്റ്റ് ആവാ. അത് പിഷാരടി ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ടായിന്. അതുകൊണ്ട് ഇപ്പം ഒരു സ്റ്റാർ കാസ്റ്റ് കൊടുത്താൽ ഈ പടമല്ല, ഒരു ഇങ്ങനെ കോമൺ ആയിട്ട് പറയുന്നത്. അപ്പൊ വിചാരിക്കൂലേ അവരെന്തായാലും രക്ഷപ്പെടും. അപ്പൊ ഒരു പുതിയ ഒരാളെ കൊണ്ടുവന്ന അങ്ങനെ വിചാരിക്കൂലല്ലോ. ചാവണം, ഹീറോയും ചാവണം, വില്ലൻ കൊല്ലണം, അങ്ങനത്തെ സിനിമയിലുണ്ട്. സിനിമ അങ്ങനത്തെ സിനിമ തന്നെ വരണം. ഇതിപ്പോ എല്ലാം നമുക്കറിയാം, ഹീറോ ജയിക്കല് എന്തായാലും അവനെ കൊല്ലും. സല്യൂട്ടെല്ലാം വെറൈറ്റി അല്ലേ? അമ്മ ഭയങ്കര ഇഷ്ടപ്പെട്ടാണോ അത്? ക്ലൈമാക്സ് അമ്മ വിചാരിക്കും പിടിക്കും അങ്ങനെ എക്സൈറ്റ്മെന്റിൽ കൊണ്ട് എൻഡ് ചെയ്യുന്നോടാ. പക്ഷെ ഇതങ്ങനല്ലേ, ഇത് പക്ഷെ നോർമൽ അല്ല അല്ലേ? ഫസ്റ്റ് ഹാഫ് നോർമൽ അല്ല, ഫസ്റ്റ് ഹാഫ് നല്ല രസമാണ് കണ്ടിരിക്കോ. യൂഷ്വൽ ഫസ്റ്റ് ഹാഫ് നമുക്ക് ടൈം പോയത് അറിഞ്ഞിട്ടില്ല. ഇന്റർവെൽ ആയിന്ന് ഞാൻ ഇങ്ങനെ തീരെ ലാഗില്ല, എല്ലാം പെട്ടെന്നാണ്. അടുത്ത വൈറൽ പടമായിരിക്കും പൈസ. അടുത്തൊരു ബോക്സ് ഓഫീസ് ശരിക്കും ഇതെല്ലാം അങ്ങനെ വിജയിക്കേണ്ട പടം. അഭിനയം പിന്നെ കാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് യൂഷ്വൽ അടിപൊളിയാണ്. പക്ഷെ ഭയങ്കര രസമുണ്ട് കേട്ടാ, സ്ക്രീൻ പ്രസൻസ് ഭയങ്കര രസമുണ്ട്. ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിട്ട്. എന്നാ പറയില്ല അങ്ങനത്തെ ഒരാളാ. സ്ക്രീൻ അഴുക്ക ചെറുക്കൻ ക്യാരക്ടർ നമുക്ക് ഇതാക്കി തരുന്നില്ല. ഇങ്ങനെയാണ് സ്വഭാവം. എന്തുകൊണ്ട് അങ്ങനെ ആയിന്നില്ലത് നോക്കി എന്റെ നോക്കിങ്ങനെ ലാസ്റ്റ് എന്തുകൊണ്ട് അങ്ങനെ ആയിരുന്നു. ഫസ്റ്റ് ഭയങ്കര കുറച്ച് ഡാർക്കാണ്. പിന്നെ മെയിൻ വില്ലനായിട്ട് വരുന്നത് വിശാഖ് നായർ. അതാരാണ്? ആനന്ദത്തില് വേറെയിലുണ്ട്, അമീന്റെ ഇടക്ക് വന്നതിലുണ്ട്. അതിലൊരു വില്ലൻ റോൾ തന്നെയാണ്. അത് രസമുണ്ടല്ലോ, ഇവനാരുടെ വില്ലൻ റോൾ അല്ലേ. പിന്നെ മറ്റേ പെർഫോമൻസ് അടിപൊളി ഭയങ്കര രസമുണ്ട്. ലുക്കും ഇതിലത്തെ ലുക്ക് നൈസ് ഉണ്ട് കാണാൻ വേണ്ടിട്ട്. റംസാനും അങ്ങനെ കൊറേ പോർഷൻ ഇല്ല അല്ലേ? പക്ഷെ ഓനാ മെയിൻ ഇതായിട്ട് ഓന്റെ ഇങ്ങനെ പോവാ, അല്ല തുടങ്ങി വെക്കുന്ന ഓനാ മെയിൻ വില്ലൻ വിശാഖ് നായർ. പിന്നെ ജഗദീഷ്
അടിപൊളിയാണ്. അടിപൊളി. സെന്റിമെന്റ് റോളിൽ വരുമ്പോ ജഗദീഷ് അടിപൊളി. ജഗദീഷ് അങ്ങനെ ഈ ഇടക്ക് അല്ലേ? ഇങ്ങനെ വരുന്നത് പോകുന്നത്, പക്ഷെ മെയിൻ ഇതാ ഇട്ട് Main അല്ല, വരുന്നത്. പക്ഷെ പ്ലോട്ടില് മെയിനാ. ഇവന്റെ തുടങ്ങുന്നത്. ഇവന് റംസാൻ അങ്ങനെ പോയി വരും. പറ കഴിഞ്ഞ ഇത്ര ആളെ മെയിൻ ആയിട്ട് അതിൽ ഇത്ര ആളെ കാണിക്കില്ല അത്രയില്ല. അല്ലേ? അല്ല പ്രിയാമണി അത് സാധാ സാധാ നോർമൽ ആക്ടിങ്, കുറച്ച് പോഷല് വരുന്നു പോകുന്നു. ആരാണ് ജഡ്ജ് ചെയ്യാൻ ആക്ടിങ്? ഇല്ല ആക്ടിങ് ഒന്നല്ല നമ്മ പറയുന്നത് ഗൈസ്. അടിപൊളിയാന്ന് പറയുന്നത് മോശമാന്നല്ലല്ലോ പറയുന്നത്. അടിപൊളിയാന്ന് പറയുന്നത് തെറ്റില്ല. എല്ലാരും അഭിനയിച്ച ആളിൽ നൈസ് ഉണ്ട് ഇതില്, നല്ല ഉണ്ട്. ക്യാമറ ആംഗിൾസ് ചില സിനിമാറ്റോഗ്രഫി അടിപൊളിയാണ്. അടിപൊളിയാണ്. ലാസ്റ്റിലാ മറ്റേ ഡയറക്ടറിന്റെ ബ്രില്യൻസിൽ കുറെ എടുത്തിട്ടുണ്ട്. നമുക്ക് തിരിയൂല ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര അങ്ങനെ തിരിയാണ്ട് ലാസ്റ്റ് പക്ഷെ ഒരുത്തനാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് പിന്നെ ലാസ്റ്റ് ആവുമ്പോ അങ്ങനെ ഉണ്ടാവും. അതിപ്പോ എല്ലാവർക്കും അറിയാം. അത് കൊല്ലുന്ന ചാവുന്നല്ല, എന്തുകൊണ്ട് അത് നിനക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ എല്ലാ പടത്തിലും പ്രെഡിക്റ്റ് ചെയ്തു. നമ്മക്കതാ അവിടെ ഞാൻ ഇനി ഇവന്റെ ഒപ്പം ഇരിക്കുന്നത് ഇപ്പുറത്തിരുന്നോളാം, കഴിയുന്നില്ല. ഓരോ സാധനം പറയും, എന്നിട്ട് അത് ശരിയാകുമ്പോ ഇപ്പുറത്തെ ഒരു എക്സ്പ്രഷനാണ് തോന്നിയിട്ട്. അതിന്റെ ഇടക്ക് കൊറേ ആള് ക്ലാപ്പെല്ലാം അടിക്കുന്നുണ്ട്. അതിനൊരു മൂന്നാൾ അപ്പുറത്തിരിക്കുന്നത് എന്തിനാണ്. എന്നാലും അങ്ങനത്തെ സീനെല്ലാം ഉണ്ട്, കൊറേ അങ്ങനത്തെ സീനുണ്ട്. പക്ഷെ ഒരു ആൾക്കാരില്ല അതുപോലെ. അങ്ങനത്തെ വിജയും ദുൽഖറെല്ലാം. ദുൽഖറെല്ലാം ഇപ്പൊ ഉണ്ടല്ലോ ക്ലാപ്പിന്റെ ആയിരിക്കും, മനസ്സിലായി. പിന്നെ ഇപ്പത്തെ പ്രൊഡ്യൂസേഴ്സും നടന്മാരും തമ്മിലുള്ള വിഷയമല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും നീ എല്ലാത്തിലും അഭിപ്രായം പറയുന്നതാണ്. നിന്റെ വിവാദങ്ങൾ എന്തെല്ലാന്ന്? അവര് ഇപ്പൊ മറ്റേ ഒന്നാമത് ഇവര് പറയുന്നതാണ് ഈ ഒരു സിനിമ 100 കോടി ഷെയർ, അതായത് പ്രൊഡ്യൂസർക്ക് ലാഭം കിട്ടിയതാണ്. ഒരാളെ ലാഭം നമുക്ക് എന്തിനാണ്? പക്ഷെ ഞാൻ ഏതെങ്കിലും ഒരു സിനിമ പോസ്റ്ററിൽ പ്രൊഡ്യൂസർ ഇത്ര കളക്ട് ചെയ്യുന്ന ഒരാളും പറഞ്ഞ സിനിമ ഇത്ര കളക്ട് ചെയ്തെന്ന് പറയല്. 100 കോടി സിനിമ ഇപ്പൊ മാർക്കോ 100 കോടി കളക്ട് ചെയ്യുന്ന പറയല്. അത് വേൾഡ് വൈഡ് പ്രൊഡ്യൂസർ ഇത്ര കിട്ടിയെന്ന് ആർക്കും അറിയേണ്ട കാര്യമില്ല. സിനിമ എത്ര കളക്ട് ചെയ്തെന്നായിരിക്കുന്നത്. ഇപ്പൊ ലോട്ടറി അടിച്ചു പറയുമ്പോ എത്ര എമൗണ്ട് ടാക്സ് എല്ലാം കഴിച്ച് കിട്ടിയെന്ന് പറയില്ല. അല്ലല്ല 25 കോടി ലോട്ടറി അടിച്ചു പറഞ്ഞ 25 കോടി ലോട്ടറി അടിച്ചെന്ന് പറയില്ല. ആക്ടർമാർ പൈസ മേടിക്കുന്നതിനെ കുറിച്ചിട്ട് എന്താ പറയല്ലേ? അതും മാർക്കറ്റ് പ്രൈസ് അല്ല. അതിപ്പം നീ ഇപ്പം 10 റുപ്യ മേടിക്കുന്നു, നീയും 5 റുപ്യ മേടിക്കുന്നു. നിന്റെ ആദ്യം വരുന്നത് നിന്റെ അടുത്തേക്കാണെങ്കിൽ നിനക്ക് അത്ര മാർക്കറ്റ് വാല്യൂ ഇല്ലോണോ? ഇനി നീയും 5 റുപ്യക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നടക്കുക? ഇല്ല, നടക്കൂല. പറഞ്ഞതിൽ കാര്യമുണ്ട്. പക്ഷെ നമ്മളെ ഗ്രൂപ്പിൽ ചർച്ചയില്ല. ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞേ, മറ്റേ ചെറിയ സിനിമയാണ് ചെറിയ പൈസ മേടിക്കണം, വലിയ സിനിമയാണ് വലിയ പൈസ മേടിക്കണം. അതിപ്പോ എല്ലാരും അങ്ങനെയല്ലേ വാങ്ങുന്നുണ്ടാവല്ലേ? അങ്ങനെ നേരെ ഇത്ര ശതമാനം കൊടുക്കണം എന്നാണ് പറഞ്ഞത്. എന്നാലും ഈ പ്രോഫിറ്റ് ഷെയർ അല്ലെ കുറച്ച് റേറ്റ് കുറച്ച് പ്രോഫിറ്റ് ഷെയർ ആക്കാനും പറ്റും. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പിന്നെ പറഞ്ഞ നടന്മാര് പ്രൊഡ്യൂസ് ചെയ്ത സിനിമ ഇറക്കാൻ പറ്റൂല. അല്ല ഈ ശരിക്കും ഇവരുടെ പ്രശ്നം എന്ന് വെച്ചാല് ഇവര് പഴയ പൈസ മേടിക്കുന്നവരുടെ പ്രശ്നമല്ല. പഴയ ആക്ടേഴ്സ് പൈസ മേടിക്കുന്നവർക്ക് പ്രശ്നമൊന്നുമില്ല. പുതിയതായിട്ട് വരുന്നവര് പൈസ മേടിക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര പോകുന്നു. പക്ഷെ അവരെ വെച്ച് സിനിമ എടുക്കുകയും വേണം. പക്ഷെ അവർക്ക് ആ പൈസ കൊടുക്കാൻ പറ്റില്ല. ടെക്നീഷ്യൻസ് ആയാലും ആക്ടേഴ്സ് ആയാലും അതാ പ്രശ്നം. ശരിക്കും പ്രശ്നം വരുന്നതാണ്. അപ്പൊ അതൊരു നല്ല സംഭവം അല്ല. പുതിയ ആൾക്കാർ വളർന്നിട്ടല്ലേ വലിയവരാവല് അല്ലേ? ശരിയാണ്. അവരും അപ്പൊ അത്രയില്ലോ നിന്റെ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാം. അപ്പൊ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമില്ലാതെ പോയി കാണുക. നല്ല സിനിമയാണ്. ചാക്കോച്ചനെല്ലാം അർഹിച്ച വിജയം അറിയിക്കുന്നുണ്ട് അല്ലെ? പുള്ളി ഒരു അണ്ടർ റേറ്റഡ് ആവുന്ന ഒരു ഫീലിംഗ് അങ്ങനെ നമുക്കില്ല. പോട്ടെ ഇല്ല നീ പറ. പുള്ളിക്ക് അങ്ങനെ ഫാൻസ് അങ്ങനത്തെ സംഭവം അങ്ങനെ ഇപ്പൊ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ലല്ലോ. വിജയ് അണ്ണന് മാത്രം വിജയ് ദുൽഖർ. അപ്പൊ ഓക്കെ ബൈ. അപ്പൊ ഗൈസ് സിനിമ പോയി കാണുക. വായിച്ച് വന്നിട്ടുണ്ട്.